പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ചാക്കോ വഴിയിൽ വെച്ച് ബഹളം വെച്ചു എന്നുള്ള കാര്യം കസ്തൂരിയുടെ സഹായി കനകയോട് പറഞ്ഞതിനെ തുടർന്ന് കനക കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതേ തുടർന്ന് തന്റെ അപ്പ തന്നെയായിരുന്നു അവിടെയുണ്ടായിരുന്നത് എന്നും അതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നുമുള്ള കാര്യങ്ങൾ ചാക്കോ പറഞ്ഞതിനെ തുടർന്ന് ചാക്കോയെ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കനക, പക്ഷേ ചാക്കോ അപ്പയുടെ അടുത്തേക്ക് പോയിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചോ എന്ന് ചോദിക്കുകയും ചാക്കോയെ കൊല്ലുന്നതിനായി ആന്റണിക്ക് കൊട്ടേഷൻ കൊടുത്തത് നിന്റെ സഹോദരങ്ങൾ തന്നെയാണ് എന്നും അതുമാത്രമല്ലാതെ അവർ ഇപ്പോൾ നീ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് എങ്കിൽ വീണ്ടും നിന്നെ കൊല്ലുന്നതിനായി ശ്രമിക്കുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യം ചാക്കോയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഇനി തന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കനകയോട് പറയുകയും കസ്തൂരി ഈ കാര്യം അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കനക ഇനിയും ഇതുപോലെ റിലേറ്റീവ്സിനെ കാണാൻ ഇടയാകുമെന്നും പക്ഷേ അതൊന്നും കാര്യമാക്കരുത് എന്നും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കനകം ഉപദേശിക്കുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോ മരിച്ചു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാന്ദ്ര ഇനി പ്രതികളെ കണ്ടെത്തിയാൽ മാത്രം മതി എന്നുള്ള നിലപാടെടുക്കുകയും ഈ കാര്യം ചാക്കോയുടെ അമ്മയെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. മാത്രമല്ല നീലാംബരിയോടും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാന്ദ്ര ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കി പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വക്കീലിനെ ചെന്ന് കാണുന്ന നീലാംബരി സാന്ദ്ര കേസ് ഒതുക്കാൻ പോവുകയാണ് എന്നും ചാക്കോയെ ഇനിയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് വക്കീൽ നീലാംബരിയോട് താനും ഇത് തന്നെയല്ലേ നീലാംബരിയോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയും അതുമാത്രമല്ലാതെ ഇനി ചാക്കോ മരിച്ചു എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് വക്കീൽ വ്യക്തമാക്കുന്നു. പക്ഷേ താൻ ജീവിക്കുന്നത് തന്നെ ചാക്കോയ്ക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന നീലാംബരി തനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോയുടെ കൂടെ ചിലവഴിക്കാൻ കിട്ടിയ ഓരോ സമയവും മേരി വളരെയധികം സന്തോഷിക്കുകയും ചാക്കോയോട് കൂടുതൽ അടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനായി ചാക്കോയുടെ പഴയകാല ജീവിതത്തെപ്പറ്റി ചോദിക്കുന്ന മേരി ചാക്കോയെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും താനിപ്പോൾ ആരെയും അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തുറന്നു പറയുന്ന ചാക്കോ ഇനിയും ഈ കാര്യങ്ങൾ ചോദിച്ച് തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ചാക്കോയെയും മേരിയെയും അപ്രതീക്ഷിതമായി ചാക്കോയുടെ അകന്ന ഒരു റിലേറ്റീവ് കാണാൻ ഇടയാവുകയും ചാക്കോ തന്നെയാണോ എന്നുള്ള സംശയം അയാളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചാക്കോയെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ചാക്കോയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവാകുമോ ഈ സംഭവം എന്ന് അറിയുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.